ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തേഞ്ഞിപ്പലം പഞ്ചായത്തിൻ്റെ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഫീൽഡിൽ അത്യാധുനിക ഫെസിലിറ്റി ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് വേണ്ടി സൗകര്യം ചെയ്തിരിക്കുന്നു. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അഴകിയായി നാദാ നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വള്ളിക്കുന്നിന്റെ MLA ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവരുടെ സാദരം ക്ഷണിക്കുന്നു. വലിയൊരു ചിരകാല സ്വപ്നമായിരുന്നു നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുക എന്നുള്ളത്. അതിന്ന് നമ്മുടെ പള്ളിക്കുന്ന് മണ്ഡലം MLA കരങ്ങളാൽ ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അത്രമാത്രം സൗകര്യങ്ങൾ, വിശാലമായ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിന് ഓഫീസ്, വാക്സിനേഷൻ റൂമുകൾ പ്രത്യേകം, ഫാർമസി സ്റ്റോറ്, ലാബ്, സ്റ്റാഫ് നഴ്സ് റൂം, പ്രീ ചെക്കപ്പ് റൂം, 3 OP റൂമുകൾ, മെഡിക്കൽ ഓഫീസ്, റൂം വാഷ്, മൈനർ OT, വെയിറ്റിംഗ് ഏരിയ, വിശാലമായ ഇൻ്റർലോക്കിട്ട ചുറ്റുമതിൽ ഗേറ്റ്, തിളപ്പിച്ചാറിയ വെള്ളം ലഭിക്കുന്ന പുതിയ സിസ്റ്റം, CCTV, സർവൈലൻസ് ക്ലിനിക് വാൻ എന്നിവയാണ് ഈ സ്ഥാപനത്തിനോട് അനുബന്ധമായുള്ളത്. 3 ഘട്ടങ്ങളിലായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.26 കോടി രൂപയാണ് പദ്ധതിക്ക് ഞാൻ ഫണ്ട് അനുവദിച്ചത്. 3 ഘട്ടങ്ങളിലായിട്ട്. അതിൻ്റെ ഒരു സമർപ്പണ ചടങ്ങാണ് ഇപ്പോൾ. ഞാൻ ആരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല. ഈ നാട്ടുകാരാണ്. റഫീഖ മാത്രമാണ് നമ്മുടെ വിശിഷ്ടാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായിട്ടാണ് തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് വരുന്നത് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. അവർ മാത്രമാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടുകാരാണ്. കണ്ടില്ലേ, നിങ്ങളെ മക്കൾക്ക് വളരെ വിശാലമായിട്ട്, മക്കൾക്ക് കളിക്കാമെന്നല്ല, എന്ത് പരിപാടി നടത്താൻ വേണ്ടി ഭംഗിയായ ഒരു ഗ്രൗണ്ട് നമ്മൾ കഴിഞ്ഞ മാസമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ₹2,26,00,000 ചെലവിൽ നിർമ്മിച്ച ഈ മനോഹരമായ കെട്ടിടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ വന്നപ്പോൾ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ ഇത്രയും സൗകര്യമുള്ള, ഇത്രയും ഫെസിലിറ്റി ഉള്ള ഈ ഹെൽത്ത് സെൻ്ററിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത് എന്ന് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. കം. മെയിൻ എൻട്രി ഇവിടെ ഇരുന്ന് നമുക്ക് ഫസ്റ്റ് OP ഷീറ്റൊക്കെ ഇവിടെ നിന്നാണ്. ഇതിൻ്റെ റിസപ്ഷനാണിത്. OP ടിക്കറ്റൊക്കെ ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. ഇത്രയും നല്ല സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്ടർ നമ്മളെ പരിശോധനാ റൂമിൽ കിടക്കായിരുന്നു. ഇതൊരു കൺസൾട്ടിംഗ് റൂമാണ്. ഇവിടെ ബെഡ്,
വൻ സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. രോഗികൾക്കായിട്ടുള്ള അത്രയും ഫെസിലിറ്റി ഉള്ള 3ഓളം ബെഡ്. ഇനി നമ്മൾ കാണുന്നത് ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ്സിംഗ് റൂമിന്റെ ഫെസിലിറ്റി ഇവിടെ ഒത്തിരി സ്പെഷ്യലായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്ന് ബെറ്ററാണ്. ഇത് മെഡിക്കൽ ഓഫീസറുടെ റൂമാണ്. ഇവിടെ ക്യാമറ, AC റൂമൊക്കെ. ഇത് നെബുലൈസേഷൻ, ആവി പിടിക്കുന്ന സ്ഥലം. ഇനി നമ്മൾ ലാബിലോട്ടാണ് കയറുന്നത്. ഇത് നമ്മുടെ ഫാർമസി സ്റ്റോർ. ഇത് രോഗപ്രതിരോധ ശക്തിക്കുള്ള ഓഫീസേഴ്സിന്റെ കംപ്ലീറ്റ് റൂമാണ്. ബാത്റൂം ഫെസിലിറ്റി, ഓഫീസ്, എത്രയും ഫെസിലിറ്റിയാണ്. തേഞ്ഞിപ്പലം കുടുംബാരോഗ്യ കേന്ദ്രം പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആലുങ്ങൽ ചാപ്പപ്പാറയിലുള്ള പുതിയ PM മൊയ്തീൻകോയ ഹാജി ഇവിടെ പേരിലുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് ആശുപത്രി മാറിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രി ഉണ്ടായിരുന്നത് പാണമ്പ്രയിൽ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയായിരുന്നു ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന സമയത്ത് തന്നെ അവിടെ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈവനിങ് OPയും അതുപോലെ തന്നെ ലാബ് അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഈവനിങ് OPക്കും അതുപോലെ തന്നെ ലാബ് സൗകര്യവും നമുക്കവിടെ ലഭ്യമായിട്ടില്ല. എന്നാൽ നിലവിലുണ്ടായിരുന്ന OP സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയും അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഈ സൗകര്യങ്ങളോടുകൂടി തന്നെ അവിടെ പ്രവർത്തനം അടുത്ത ദിവസങ്ങളിൽ തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ വിധത്തിലുള്ള ഭൗതിക പുതിയ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ പാണമ്പുഴ ഉണ്ടായിരുന്ന പോലെ തന്നെ ഉച്ചവരെയാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ OP പ്രവർത്തിക്കുന്നത്. മറ്റു അനുബന്ധമായിട്ടുള്ള ഒരുപാട് പുതിയ കെട്ടിടത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ പുതിയ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ആളുകൾക്ക് വന്നു പോകാനും മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നിലവിലെ പുതിയ കെട്ടിടത്തിൽ. നമ്മുടെ ഈ പുതിയ കെട്ടിടം പണിതിരിക്കുന്നത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടിയിൽ കൂടുതൽ രൂപ ഫണ്ട് ചെലവഴിച്ചിട്ടാണ്. പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഫണ്ടും കൂടിയും അതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. MLA നമ്മുടെ നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിനോട് അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്ത കായിക സമുച്ചയം, ഒരു സ്റ്റേഡിയം അതിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിൻ്റെ കയ്യൊപ്പ് വഹിച്ച MLAക്ക് ഈ പ്രത്യേകം ഈ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഹമീദ് മാസ്റ്റർക്ക് ബിഗ് സല്യൂട്ട്.